സർവമായാണ് സംസാര വിഷയം. എന്തുകൊണ്ടാണ് നിവിൻ പോളി നായകനായി എത്തിയ ഈ ചിത്രം കോടിക്കിലുക്കവുമായി ബോക്സ് ഓഫീസ് വാഴുന്നത്? കണക്കുകൾ പ്രകാരം 10 ദിവസം കൊണ്ട് 101 കോടി കളക്ഷൻ കടന്നിരിക്കുകയാണ് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രം. ഹൊറർ കോമഡി ചിത്രം എന്ന വിശേഷണവുമായി എത്തിയ സർവമായ പ്രേക്ഷക മനസ്സുകളിൽ കുടിയിരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. 2026 തുടക്കം ഗംഭീരമായിരുന്നു എന്ന സന്ദേശം കൂടിയാണ് സർവമായയുടെ വമ്പൻ വിജയം തെളിയിക്കുന്നത്. അനവധി ചിത്രങ്ങളുടെ കൂട്ടത്തിൽ സർവമായയുടെ വിജയം എങ്ങനെ വിലയിരുത്തപ്പെടണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തുടരും, കളങ്കാവൽ തുടങ്ങിയ സൂപ്പർ താര ചിത്രങ്ങളും ലോക ചാപ്റ്റർ 1 ചന്ദ്ര പോലുള്ള സൂപ്പർ ഹീറോ ചിത്രങ്ങളുമൊക്കെ വന്നുപോയിട്ടും സർവമായ നൽകിയ ഒരു സുഖം വേറെ തന്നെയെന്ന് കരുതുന്നവരാണ് സാധാരണ പ്രേക്ഷകർ. കൊടും ചൂടിൽ ഇളം തെന്നലായി ആശ്വാസം പെയ്തു നിൽക്കുകയാണ് സർവമായ. കഥയിലെ ലോജിക്കില്ലായ്മയും ഉന്നത കുലജാത കഥാഖ്യാനം എന്നൊക്കെ വിമർശിക്കുന്നവർ ഉണ്ടെങ്കിലും ഈ ചിത്രം കണ്ട് കൈയടിക്കുന്നവരുടെ തട്ട് താണു തന്നെയിരിക്കും എന്നതാണ് വസ്തുത. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സർവമായയ്ക്ക് കഴിഞ്ഞു എന്നാരെങ്കിലും ചോദിച്ചാൽ പറയാൻ ഒരു ഉത്തരമുണ്ട്. ഒരുപാട് ഡാർക്ക്നെസ്സും നെഗറ്റിവിറ്റിയും തള്ളിമറിച്ച സ്ക്രീനിൽ അവയെ കുസൃതിയോടെ പുഞ്ചിരിയോടെ തുടച്ചുമാറ്റി തിളങ്ങി നിൽക്കുന്ന സിനിമയാണ് സർവമായ. ആസ്വാദനത്തിന്റെ സുഖം ചോരക്കളികളിൽ അല്ലേയല്ല എന്ന് വിളിച്ചു പറഞ്ഞ സിനിമയാണ് സർവമായ എന്നതുകൊണ്ടാണ് ഈ ചിത്രം ഏവർക്കും ഇഷ്ടമാകുന്നത്. കുറച്ചു നാളായി മലയാള സിനിമയിൽ കണ്ടുവരുന്ന ചോരക്കളികളും രക്തം ചിന്തുന്ന ആയോധന കലകളും പകയും അപസർപ്പക ആഖ്യാനങ്ങളുടെ ഇരുണ്ട ഇടനാഴികളും ഭയം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷവും ഒന്നുമില്ലാതെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും അവയുടെ പശ്ചാത്തലത്തിൽ പുഞ്ചിരിച്ചും നാണം കുടുങ്ങിയും കുലുങ്ങിച്ചിരിച്ചും മണ്ടത്തരം കാട്ടിയും പ്രണയിച്ചും നിലലുവിൽ മയങ്ങി ആശ്വാസം കൊണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരു പിടി കഥാപാത്രങ്ങളിലൂടെ സർവമായ മനം കവർന്നു എന്ന് വേണം കരുതാൻ. ചോരക്കറ പുരണ്ട വെള്ളിത്തിരയുടെ പ്രേതബാധ ഒഴിപ്പിച്ച് ശുദ്ധമാക്കി സർവമായ. നിവിൻ പോളി എന്ന നടൻ ജനപ്രിയനാകുന്നത് എന്തുകൊണ്ടെന്ന് വീണ്ടും ഒരാവർത്തി തെളിയിക്കുക കൂടി ചെയ്യുന്നുണ്ട് സർവമായ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ പൊതുജനം കെട്ടിപ്പിടിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന കാഴ്ച കയ്യടികളോടെ മാത്രമേ കാണാനാകൂ. നിവിനൊപ്പം അജു വർഗീസ് കൂടിയാകുമ്പോൾ ഓരോ രംഗത്തിനും ഉണ്ടാകുന്ന ഒരു തെളിമയും ഉയർച്ചയും വേറെ തന്നെ. അജുവിന്റെ കോമഡി ടൈമിംഗ് സുഖകരമായ ഒരു മികവ് കാട്ടുന്ന കാഴ്ചയും പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇവർക്കൊപ്പം മന്ദസുമീറിന്റെ തഴുകൽ പോലെ ചിത്രത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന റിയ ഷിബുവിന്റെ ഡെലുലു സർവമായയ്ക്ക് നൽകുന്ന സൗന്ദര്യം അനിതര സാധാരണമാണ്. പരിചയക്കുറവിന്റെ ലാഞ്ചനകൾ ഒന്നുമില്ലാതെ ചിത്രത്തെ പ്രേക്ഷകരുടെ മനം കവരാൻ പാകത്തിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് സമ്മാനിക്കുകയാണ് ഈ യുവനടി. ഒരു മായാലോകത്തേക്ക് ഉയർത്തിയ ശേഷം തിരികെ ഭൂമിയിൽ നിർത്തുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ആ മായാലോകത്തേക്ക് പറക്കാൻ പാകപ്പെടുത്തിയ മനസ്സുമായാണ് ഓരോ പ്രേക്ഷകനും തിയേറ്റർ വിട്ടിറങ്ങുന്നത്. ചിത്രം കണ്ടു കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷവും നിവിൻ, അജു, റിയ കഥാപാത്രങ്ങളുടെ രംഗങ്ങൾ തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് വീണ്ടും ഓർത്തെടുത്ത് ചർച്ച ചെയ്യുന്ന കുടുംബങ്ങളാണ് സർവമായയുടെ ശക്തി. ആ ശക്തി പകർന്നു നൽകാൻ തന്റെ സൃഷ്ടിയിലൂടെ സംവിധായകനായ അഖിൽ സത്യന് 100% കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല.